ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ഭരണമുണ്ടായി. ബി.ജെ.പിയുടെ ഭരണം വന്നതിന് ശേഷം ഗവർണർ ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി വരികയാണ്. 100 കൗൺസിലർമാരുടെ യോഗം കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഗവർണർ വിളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഗവർണർ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു? ശരിക്കും ഗവർണർക്ക് കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ അധികാരം ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് കേരളത്തിൽ ഗവർണർ ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ സാർ ഇരുന്നപ്പോഴാണ് നമ്മളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കിയത്. അത്തരത്തിൽ പോലെയാണ് ഇപ്പോഴ് തമിഴ്നാട് ഗവർണറായാലും കേരള ഗവർണറായാലും കർണാടക ഗവർണറായാലും പ്രവർത്തിക്കുന്നത്. ഗവർണർക്ക് കേന്ദ്രത്തിൻ്റെ ആ ഭരണഘടന അനുസരിച്ചിട്ടുള്ള അധികാരങ്ങളും ചട്ടങ്ങളും പഠിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടി നിയമിച്ചിട്ടുള്ളത്. ഒരു ഗവർണർ സ്റ്റേറ്റിൽ വന്നാൽ എന്ത് ചെയ്യണം? അല്ല, ഈ തുടക്കത്തിൽ ഗവർണർമാർ, പ്രത്യേകിച്ച് ബി.ജെ.പി നിയോഗിച്ച ഗവർണർമാർ കേരളത്തിൽ ഇടപെടുമ്പോൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അനാവശ്യമായി നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അനാവശ്യമായിട്ടല്ല, ആവശ്യമായിട്ടാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്ര റെപ്രസെൻറ്റേഷനിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കലാലയത്തിലുള്ള CPM ഇടത് സിൻഡിക്കേറ്റ് ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ ചാൻസലറായ ഗവർണർക്ക് ചോദ്യം ചെയ്യാം. അത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ളവർ SFIക്കാർ വഴി തടഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ തിരുവനന്തപുരം കൗൺസിലിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. അപ്പോൾ ആ ഭരണത്തിൽ കേന്ദ്ര പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മളും നിങ്ങളും കരം കൊടുക്കുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർ യാത്ര ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ കാര്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ കൗൺസിൽ യോഗങ്ങളിൽ 100-ൽ പരം കൗൺസിലറുടെ ഒരു യോഗം വിളിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഭരണത്തിൻ്റെ നിയന്ത്രണം ഇടതുപക്ഷത്തിൻ്റെ കരങ്ങളിലേക്ക് പോയി. ഇവിടെ ഉദാഹരണത്തിന് വീട് മാറുന്നില്ലെന്ന് പ്രശ്നം വന്നു. ഇപ്പോൾ വീട് മാറിയല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള സുതാര്യമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. ഫെഡറൽ സംവിധാനത്തിൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റ് മുനിസിപ്പാലിറ്റികളും ചേർന്ന് ഗവൺമെൻറ് പറയുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഭരണഘടനാ സ്ഥാപനമായ ഒരാൾ വന്ന് ഒരു ക്ലാസ്സുകൾ എടുത്ത് കൊടുത്ത് കൗൺസിലർമാർക്ക് ബോധവൽക്കരണം ചെയ്യുമ്പോൾ ഇത്ര ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, ആ ഫണ്ടുകൾ ഇവിടെ ശരിക്കും വിനിയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ ഡയറക്റ്റായിട്ട് ചെയ്യുവാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഡയറക്റ്റായിട്ട് മേയർക്ക് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. സൂര്യാഹർ പദ്ധതി വഴി കറണ്ട് കിട്ടുന്നത്, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഊർജ്ജ വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നത്, റേഷൻ സംവിധാനത്തിൽ ഈ കോർപ്പറേഷൻ ഒരുപാട് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ വീടുകൾ കൊടുക്കുന്നതിൽ ഭവന പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര ഫണ്ട് കേരളത്തിൽ വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ ഭരണഘടനാപരമായിട്ട് ഗവർണർക്കറിയാം. ഗവർണർ അത് പഠിച്ചിട്ടുണ്ട്. മറ്റ് ഗവർണർമാർ ഇവിടെ വന്ന് കരിമീനും വാങ്ങിച്ച് തിന്ന് കൊഞ്ചും വറുത്ത് കപ്പലണ്ടി, കൊല്ലത്തെ കാശിയിൽ നിന്ന് കപ്പലണ്ടിയും കറാൾക്കടയുടെ സെറ്റുമുണ്ടും നേരിയതും കൊടുക്കും. ഇവിടുന്ന് കരുണാകരൻ സാറും EK നയനാർ സാറും മുൻപ് സദാശിവം എല്ലാം പിണറായി സാറും എല്ലാം കൊടുക്കുന്ന ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കും. ഈ പാക്കറ്റുകൾ വാങ്ങിച്ച് വയ്ക്കും, തിന്നുകൊണ്ടിരിക്കും. ബന്ധുക്കൾ 20 മുറിയിലും വന്ന് കിടക്കും, അവരും കഴിക്കും. ഇപ്പോഴത്തെ ഗവർണർമാർ അങ്ങനെയല്ല. വിവരമുള്ളവർ. കേരളം രക്ഷപ്പെടണം, അതുപോലെ ഭാരതം രക്ഷപ്പെടണം. അത്തരത്തിൽ നിയമകാര്യങ്ങൾ ഗവർണർക്ക് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ളത് നോക്കി ഫയലുകൾ ആസൂത്രണം ചെയ്യുവാനാണ് കൗൺസിലർമാരുടെ യോഗവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ യോഗങ്ങളും വിളിക്കുന്നത്. അത് ജനാധിപത്യത്തിൽ തെറ്റല്ല. ഒരു ഗവർണർക്ക് ഇടപെടേണ്ട അധികാരം അതിനകത്തുണ്ട്. 2, കേരളത്തിലെ ഇത്തരം പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ് ഗവർണർ എന്ന് പറഞ്ഞാൽ ഒപ്പിടാൻ വേണ്ടിയുള്ള ആളല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ TN ശേഷന് ഒരു പവർ ഉള്ളതുപോലെ ഗവർണർമാർക്കും ജനാധിപത്യ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുവാൻ അധികാരമുണ്ട് എന്ന് വരുത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ പോലുള്ളതും ഇപ്പോഴത്തെ അറേക്കർ സാറിനുള്ള പോലുള്ളവരാണ്. അത് നിയമപരമായ രീതിയിലും ജനാധിപത്യ പ്രക്രിയയിലും കേന്ദ്രത്തിൻ്റെ കാശുകൾ കേരളത്തിന് കൊടുക്കുമ്പോൾ അത് കട്ടെടുക്കണോ എന്ന്
അന്വേഷിക്കുവാൻ ഗവർണർക്കും അധികാരമുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ യാതൊരു തെറ്റുമില്ല. കൗൺസിൽ യോഗം വിളിച്ച് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം വിളിക്കുക എന്ന്. അങ്ങനെ വികസനത്തിന്റെ വഴിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുമോ? മാറും. അതിനാണല്ലോ 11-ാം തീയതി അമിത്ഷാജി വരുന്നത്. അതിനുള്ള ഒരു തെളിവാണല്ലോ ആദ്യമായിട്ട് ജോർജ് കുര്യൻ്റെ ഫിഷർമാൻമാരുടെ ഇവിടുന്ന് പെരുമാതുറ മുതൽ നമ്മുടെ കേരളത്തിലെ കടൽ തീരങ്ങളിലുള്ള നമ്മുടെ മത്സ്യ കൃഷി ചെയ്യുന്ന ആ സഹോദരങ്ങളുടെ നീറുന്ന പ്രശ്നം പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഒരു ഫിഷറീസ് ഓഫീസ് കൊടുത്തത്. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചു, ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു. കമ്മ്യൂണിസ്റ്റ് പിന്തുണ കൊടുത്ത് മൻമോഹൻ സിംഗ് ഭരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ 2 മന്ത്രിമാർ ഉണ്ടായിരുന്നു, ഇന്ദ്രജിത് ഗുപ്ത തുടങ്ങിയ മന്ത്രിമാർ CPIയുടെ പ്രതിനിധികൾ ആഭ്യന്തരം കൈയാളി. എന്ത് വികസനമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? 29 MP-മാരുണ്ട്, പാർലമെൻറ്റിൽ 20-ഉം രാജ്യസഭയുടെ 9-ഉം. 8 കേന്ദ്രമന്ത്രിമാരുണ്ട്, അതിൽ 4 കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് റാങ്കുള്ളവരാണ്. അവരുടെ ഭരണഘടനാപരമായിട്ട് ഇൻഡിപെൻഡൻ്റ് അധികാരത്തിൽ തിരുവനന്തപുരത്തും കേരളത്തിലും ഫാക്ടറികൾ കൊണ്ടുവരാൻ കഴിയും, വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ കഴിയും. വിദ്യാഭ്യാസമുള്ള യുവാക്കൾ വിദേശത്ത് കാനഡയ്ക്കും അമേരിക്കയിലും പോവാതിരിക്കാൻ കഴിയും. എന്തേ ഈ 75 വർഷം ഇത് ചെയ്തില്ല? കേന്ദ്രത്തിലൊരു BJP ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ ഫിഷർമാൻമാരുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു കേന്ദ്ര ഫിഷറീസ് ഓഫീസ് തുറക്കുന്നത്? അതുപോലെ തന്നെ DRDAയുടെ ബ്രഹ്മോസ് പോലുള്ളതിന് കാട്ടാക്കട സ്ഥലം കണ്ടെത്തി നട്ടുകൽ തെരുവിൽ ഫാക്ടറി അങ്ങോട്ട് മാറ്റുന്നത്. എന്തുമാത്രം BTech വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ജോലി കിട്ടും, വിദേശത്ത് പോണ്ട. ശ്രീകാര്യത്തുള്ള കിഴങ്ങ് ഗവേഷണ കേന്ദ്രം CTCRI, സെൻട്രൽ ട്യൂബർക്ലോസിസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുവാൻ പോകുന്നു. ജഗതിയിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോടെക്നോളജി RCGB ചെറുവൈക്കലിലേക്ക് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നു. എത്ര BTech മറ്റേ ബയോകെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടുന്നു. പാപ്പനംകോടുള്ള നാഷണൽ ഇൻ്റർപ്രൊഡ്യൂസിംഗ് സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഴയ RRL അതിനെ ലോക നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി സിംഗ് ചെയ്യുന്നു. നിരവധി പദ്ധതികൾ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ട പ്രവർത്തനത്തിന് വേണ്ടി തിരമാലകൾ അടിയിൽ വരികയും പുറമെ അത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പുതിയ ബർത്ത് ചെയ്യുന്നു. ഇതിനെല്ലാം മുന്നോടിയായിട്ട് ഈ ഡെവലപ്മെൻറ്റ് ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം, ഹിന്ദു രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം, ക്രിസ്ത്യൻ രാഷ്ട്രീയം ഒന്നുമില്ലാതെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കുവാനാണ് മാനനീയ അമിത്ഷാ 11-ാം തീയതി ഇവിടെ വരുന്നത്. ഈ വികസനം അന്ന് ഇന്നും കേരളം കരണ്ടിരിക്കുന്നതല്ലാതെ അത് വികസിക്കണം. നല്ലൊരു സ്റ്റേറ്റ് ഭാരതം വളരുമ്പോൾ ഇങ്ങനെ ഭരണസ്വപ്നങ്ങൾ കാണുമ്പോഴും ഒരു ഭാഗത്ത് CPM സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച മുമ്പ് തന്നെ CAT-യുടെ സമരം ഉണ്ടായിരുന്നു ഈ മേയർക്കെതിരെ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട്. ഒരു ഭാഗത്ത് വലിയ സമരമാണ് കാത്തിരിക്കുന്നത്. അല്ല, യദു പറയണ ആ പാവം പയ്യൻ ജോലി ചെയ്തുകൊണ്ടിരുന്നവനെ പിരിച്ചുവിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സന്തോഷമായില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? തൊഴിൽ തരൂ, ജയിൽ തരൂ. സിനിമ എടുത്തിട്ടുണ്ട്, ജോബ് ഓർ ജയിൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ പഠിക്കുമ്പോൾ. രാജശേഖർ എന്ന് പറഞ്ഞൊരു CPIയുടെ നേതാവാണ് സംവിധാനം ചെയ്തത്. അതിലൊരു പാട്ടുണ്ട്, 4 വാക്ക് പഠിക്കുന്ന പെണ്ണിനും വേലയില്ല കാലം. ആ MA BA സർട്ടിഫിക്കറ്റൊക്കെ കീറിയിട്ടിട്ട് ചായ അടിക്കുന്ന ഒരു രംഗം ആ സിനിമയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ സിനിമയെടുത്ത് യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടിയുള്ള ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഈ പാവം KSRTC 2 മക്കളും അച്ഛനും അമ്മയും ജീവിക്കുന്ന ആ പാവം കുടുംബം ഈ യദുവിൻ്റെ ഡ്രൈവിംഗ് ശമ്പളത്തിൽ നിന്നാണ് കഴിയുന്നത്. അവനെ ഒരു യുവ മേയർ പിരിച്ചുവിട്ടില്ലേ? അപ്പോൾ ഈ സമരം ചെയ്യുന്ന SFI എവിടെയായിരുന്നു? ആ പയ്യൻ കറക്റ്റ് ജോലി നോക്കി ഈ കുട്ടിയാണ്, മേയർ കുട്ടിയാണ് പട്ടം മുതൽ ഫോളോ ചെയ്തത്, ആ സീബ്ര ലൈനിൽ വണ്ടി കൊണ്ട് തിരിച്ചിട്ടത്. ആ കുട്ടിക്കെതിരെ കേസുണ്ടോ? കുട്ടിയുടെ ഭർത്താവ് MLA-ക്കെതിരെ കേസുണ്ടോ? ഏതോ ഒരു പയ്യനെതിരെയാണ് പെറ്റി കേസ് എടുക്കുന്നത്. 173 ഒരു കേസെടുത്ത് 200 രൂപ അടച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു കേസെടുത്ത് ഈ പയ്യനെതിരെ കേസെടുത്തിരിക്കുന്നു. എന്നിട്ട് ബുദ്ധിമാന്മാരായ CIT-കാർ, ഈ സമരം ചെയ്യുന്ന CIT-കാർ ആ ബസ്സിലെ ക്യാമറ അടിച്ചു മാറ്റി. കോടതിക്ക് തെളിവല്ലേ പ്രധാനം? കോടതി ചെല്ലുമ്പം തെളിവ് കൊണ്ടുവരാൻ പറയും വക്കീലിൻ്റെ കൂടി, പ്രോസിക്യൂഷൻ്റെ കൂടി. അപ്പോൾ ക്യാമറ ഇല്ല. ഈ യദു സംസാരിച്ചത് ക്യാമറയിലല്ലേ ഉള്ളൂ. എന്തിനേറെ പറയുന്നു, പാവം 2 കുഞ്ഞുങ്ങളുമായിട്ട് വഞ്ചിയൂരം നടന്നു പോണ ആൾക്കാരെ തമ്പാനൂർ പോകേണ്ട രാത്രി ആ VJT ഹാളിൻ്റെ അവിടെ ഇറക്കി വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ SFI കാണുന്നില്ല.
DYFI കാണുന്നില്ല, CIT കാണുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബഹുഭൂരിപക്ഷം ജനതയും കണ്ടു. അതുകൊണ്ടാണ് 50 കിട്ടിയതും മറ്റന്നാൾ വെങ്ങാനൂർ കിട്ടാൻ പോണതും. ഇതാണ് SFIയുടെയും DYFIയുടെയും CITൻ്റെയും വരട്ടുവാദ സിദ്ധാന്തം. അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും സ്വർണം നടക്കുന്നു, കൊള്ള നടക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു വെളനിലമെന്ന് പറഞ്ഞ ആളിനെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റൂല. അദ്ദേഹത്തിനൊന്ന് മുള്ളാൻ പോകാൻ സമയം കൊടുത്തിട്ടില്ല. എല്ലാ വണ്ടികളും തടച്ചിലായിരുന്നു. പ്രീ ഡിഗ്രി ബോർഡിനെതിരെ DYFI SFI സമരം. ഇന്നോ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഏതെങ്കിലും ഒരു സഖാക്കൾ പ്രസംഗിക്കുന്നു? ഈ യദുവിനെ പിരിച്ചുവിട്ടതിനെതിരെ ഏതെങ്കിലും ഒരു സഖാക്കൾ പ്രസംഗിക്കുന്നു? ഹരിജനങ്ങളുടെ ഫണ്ട് കൈയിട്ട് വാരിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. മിണ്ടുന്നു. ആറ്റുകൽ പൊങ്കാല നടക്കാത്ത, കോവിഡ് നടക്കാത്ത ഇതിന് 24 ലക്ഷം രൂപ ബെറോട്ടയും ബീഫും കഴിച്ചതിന് ബില്ലെഴുതിയെടുത്തു. വട്ടിയൂർക്കാവ് കോട്ടമുകൾ എന്ന് പറയുന്ന പൂട്ടിയ ഹോട്ടലിൻ്റെ ബില്ല് വെച്ച്. അതിനെതിരെ ഇവർ പദയാത്രയോ DYFIക്കാരോ SFIക്കാരോ മിണ്ടുന്നു. ഇത് ജനം തിരിച്ചറിഞ്ഞു. കോർപ്പറേഷനിൽ വോട്ട് താമരയ്ക്ക് കുത്തി. അടുത്ത അസംബ്ലിയിൽ ഇതുണ്ടാവും. അപ്പോൾ ജനങ്ങൾ കേരളത്തിലും തിരുവനന്തപുരത്തും ഉള്ളവർ നല്ല വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ, കേഡർ നേതാക്കളെ വളർത്തിയെടുക്കുവാനും കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് അമിത്ഷാജി 11-ാം തീയതി കേരളത്തിൽ വരുന്നത്. മാറാത്തത് മാറും കേരളത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.